0.7 ഇൻറ്റു 0.7 ഹരിക്കണം 0.14. ഇത് നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യണം. ബോർഡ് മാസ് നിയമപ്രകാരം ചെയ്യേണ്ടതാണ്. ആദ്യം ബ്രാക്കറ്റ്, അടുത്തത് ഓഫ്. ഇതിൽ ബ്രാക്കറ്റും ഇല്ല ഓഫും ഇല്ല. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഡിവിഷൻ, അതായത് ഹരണം ചെയ്യണം. ഇതാണ് ഹരണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്യാം. ഇത് അതുപോലെ ഇടാം. 0.7 ഇൻറ്റു 0.7 ഹരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ ഇട്ടിട്ട് 0.14. ഇപ്പോൾ ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ്. ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവും. ഇവിടെ അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? അംശത്തിൽ ഇവിടെ ദശാംശം കഴിഞ്ഞാൽ ഒരു സ്ഥാനമുണ്ട്, ഇവിടെയും ദശാംശം കഴിഞ്ഞാൽ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ആകെ അംശത്തിൽ 1 1 2 ദശാംശ സ്ഥാനമുണ്ട്. ഛേദത്തിലോ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ദശാംശം ഒഴിവാക്കാം. ഇതെന്ത് വരും? 7 എന്ന് വരും. ഇവിടെ 7 ഇൻറ്റു 7 ബൈ ഛേദം 14. നമുക്ക് ഈ 7ഉം 14ഉം പഠിച്ചെടുക്കുമ്പോൾ ഈ 7 14, ബാക്കി 7/2. 7/2 പറഞ്ഞാൽ 7ൻ്റെ പകുതി, അതായത് ഉത്തരം 3.5. ഉത്തരം 3.5.